വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആദ്യമായി കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായിട്ടുള്ള MG യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ ജസ്റ്റ് ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ BEd ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ മൂന്നാമതായിട്ടുള്ള BEd ലിങ്ക് വഴി ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച അതേ രീതിയിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ബട്ടൺ വഴി സ്റ്റുഡൻറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും താഴെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതോടൊപ്പം തന്നെ ജസ്റ്റ് പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇപ്പോൾ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ഗുഡ് അലോട്ട്മെൻറ്റ് ഇന്നേ കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ ഏത് കോളേജിലാണെങ്കിലും നിർബന്ധമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ ഇപ്പോൾ അടക്കുക. അതായത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ 1815 രൂപ, അതായത് MG യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡിഗ്രി PG കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ 1815 രൂപയും, ഇനി അതർ യൂണിവേഴ്സിറ്റി അതായത് കാലിക്കറ്റ്, കണ്ണൂർ, കേരളം ഉൾപ്പെടെ മറ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ 2125 രൂപയുമാണ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. ഇത് നിർബന്ധമായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അടക്കേണ്ട ഫീ ആണ്. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 26/6/2025 വിദ്യാർത്ഥികൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കുകയും കോളേജിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്യണം. ഇതിന് മുന്നോടിയായിട്ട് 26/6/2025 ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളും കോളേജിൽ റിപ്പോർട്ട് ചെയ്യാത്ത അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളും അഡ്മിഷൻ പ്രൊസീജിയറിന് പൂർണ്ണമായിട്ടും പിന്നീട് പരിഗണിക്കുന്നതല്ല, ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് ഇപ്പോൾ പല വിദ്യാർത്ഥികളും ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അടക്കൽ നിർബന്ധമാണ്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നിലവിൽ ഒന്നാമത് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കോളേജിൽ 26/6/2025 പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട വിദ്യാർത്ഥികൾ ഒന്നാമത് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രമാണ്. ഇനി ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ നേരിട്ട് പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് ജസ്റ്റ് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് വഴി നിങ്ങൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ പറഞ്ഞ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുവാനും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും, അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ അതിൻ്റെ കോപ്പി, അതോടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് SLC ബുക്ക് മതി, TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഗ്രി മാർക്ക് ലിസ്റ്റ്, അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് NSS, NCC, SPC പോലത്തെ എന്തെങ്കിലും വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് അതും, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ MG യൂണിവേഴ്സിറ്റി, അതായത് കേരളത്തിൻ്റെ പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, SC/ST വിഭാഗക്കാരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC വിഭാഗക്കാരാണ് SC BC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS വിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടെ EWS സർട്ടിഫിക്കറ്റ്. ഇത്തരത്തിൽ സംവരണ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ രൂപത്തിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൈവശം എടുത്തുകൊണ്ട് 26/6/2025 നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. ഇനി അതോടൊപ്പം തന്നെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ നേരിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ വിദ്യാർത്ഥി നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയിട്ടുള്ളത് ആ കോളേജ് ജസ്റ്റ് നിങ്ങൾ മൊബൈൽ ഫോൺ വഴി കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടെമ്പററി അഡ്മിഷൻ ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ടെമ്പററി ആണെങ്കിലും പെർമനൻ്റ് ആണെങ്കിലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അത്തരത്തിൽ കൺഫർമേഷൻ സ്ലിപ്പ് എല്ലാ വിദ്യാർത്ഥികളും ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതായത് പിന്നീട് അഡ്മിഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാത്ത വിദ്യാർത്ഥികൾ യാതൊരു കംപ്ലയിൻറ്റും യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ടെമ്പററി ആണെങ്കിലും പെർമനൻ്റ് ആണെങ്കിലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ കൺഫേം ആകണമെങ്കിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈ കാര്യം പ്രത്യേകം വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും വിദ്യാർത്ഥികൾക്ക് അത് എത്ര അലോട്ട്മെൻറ്റ് ഉണ്ടോ അത്രയും അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. കാരണം അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് SC/STയുടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ SC/ST വിദ്യാർത്ഥികൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കുവാനും സാധിക്കുന്നതാണ്. കൂടാതെ നിലവിൽ എവിടെയും അഡ്മിഷൻ കിട്ടാതെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നിലവിൽ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ആവശ്യമാണെങ്കിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് നിലവിൽ 27/6/2024 വരെ വിദ്യാർത്ഥികൾക്ക് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുവാനും ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതായത് പുതുതായിട്ട് ഏഡ് ചെയ്യാൻ സാധിക്കില്ല. അതായത് റീ അറേഞ്ച്മെൻറ്റും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുവാനും ഈ ഒരു അവസരത്തിൽ ആവശ്യമായ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. 27/6/2024 വരെ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്.
അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന നിലവിൽ 26/6/2025 നിർബന്ധമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ, അതായത് യൂണിവേഴ്സിറ്റി വേണ്ടി ഫീ അടച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ മറ്റു യൂണിവേഴ്സിറ്റികളിലും അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ MG യൂണിവേഴ്സിറ്റിക്ക് പുറമേയുള്ള മറ്റു യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ്, അതേപോലെ കേരള, അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതോടുകൂടെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ അടുത്ത അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ട് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഇതുവരെ B.Ed അഡ്മിഷൻ അപേക്ഷ കൊടുക്കാതെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിലും കൂടാതെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഇനിയും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിൽ അവസരം വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ നിലവിൽ വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് തൊട്ടടുത്ത ദിവസം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. കൂടാതെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക്, കേരളത്തിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ സാധിക്കാത്ത, അതോടൊപ്പം തന്നെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ കേരള PSC അംഗീകാരത്തോടെയുള്ള B.Ed ചെയ്യുവാനുള്ള അവസരം ഓൾറെഡി വിദ്യാർത്ഥികൾ കഴിഞ്ഞ വീട്ടിലേക്ക് ഇൻഫോം ചെയ്തിരുന്നു. അത്തരത്തിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജസ്റ്റ് താഴെ കൊടുത്ത എൻ്റെ പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് B.Ed അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷനും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സർവീസ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിൽ B.Ed ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും എല്ലാ കോഴ്സ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ഉറപ്പെടുത്തുകയാണ്. പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.